നമസ്കാരം. തികച്ചും ജനാധിപത്യപരമായി സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ. അങ്ങനെ നട്ടലുള്ള നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ തൊപ്പിയും വെച്ച് വിജയകിരീടം ചൂടിക്കഴിഞ്ഞിരിക്കുന്നു. വോട്ട് നില കേട്ട് ചിരിച്ചു ചേർത്താൽ ആരും ഉത്തരവാദികളായിരിക്കില്ല. നേരത്തെ ചിരിച്ചു കാണുമെന്നൊക്കെ അറിയാം, എങ്കിലും അതും കൂടി പറഞ്ഞില്ലെങ്കിൽ പൂർത്തിയാകില്ല എന്ന് കരുതി പറയുന്നു എന്ന് മാത്രം. 2 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി മാറിയത്. ആഹാ, എന്താ സുഖം അല്ലേ? പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മര്യാദയ്ക്ക് വോട്ട് ചെയ്യാൻ പോലും അറിയാത്ത പ്രവർത്തകരെയാണല്ലോ ചുമക്കേണ്ടത് എന്ന്. കാര്യം അസാധു വോട്ടുകളും ഏകദേശം അത്രത്തോളം വരും എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ബോധമുള്ളവർ യൂത്ത് കോൺഗ്രസിലേക്ക് വരില്ലല്ലോ എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹിച്ചു, ക്ഷമിച്ചു. പക്ഷേ തേന്മാവിൻ കൊമ്പത്തിലെ അപ്പുക്കാള പറയുന്നത് പോലെ തങ്ങളുടെ ചെറിയ ബുദ്ധി കൊണ്ട് യൂത്തന്മാർ ചില പൊടിക്കൈകൾ ഒപ്പിച്ചതാണ് കുഴപ്പം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലാകെ കൂഴച്ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ അപ്പക്കാളകൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അറിയാത്തതുള്ളൂ, ബാക്കി കുൽസിത പ്രവർത്തികളെല്ലാം അറിയാന്നേ. അതെങ്ങനെ? സുധാകരൻ മാമന്റെ കുട്ടികളല്ലേ? ഇതല്ല, ഇതിനപ്പുറവും കാണിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. സുധാകരൻ സെമി കേഡർ എന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാനുള്ള തീവ്ര യജ്ഞം ഏറ്റെടുത്തിട്ട് കുറച്ചുനാളായെങ്കിലും അതൊന്നും അത്ര നടക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസിലെ യുവ തുർക്കികൾ. കാര്യം, ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ വ്യാജ തിരിച്ചറിയൽ രേഖകളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ യുവ തുർക്കികൾ നേരിട്ടതെന്ന് വ്യാപകമായി പരാതി ഉയർന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയരുകയും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 465, 471 അതുകൂടാതെ IT ആക്ട് അനുസരിച്ചുള്ള ഗുരുതരമായ വകുപ്പുകളും ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് കേസും എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കളിയല്ലെന്ന് മനസ്സിലായതോടെയാണ് അന്വേഷണം ഊർജിതമാക്കാനും തീരുമാനിച്ചത്. 1.25 ലക്ഷത്തോളം വ്യാജ തിരിച്ചറിയൽ രേഖകളാണ് ചമച്ചിരിക്കുന്നത് എന്നാണ് പരാതി. 1.25 ലക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പിലെ ഫലത്തെ പോലും നിർണ്ണയിക്കാൻ കഴിയുന്നത്ര ഭീകരമായ അവസ്ഥയാണ് സുധാകരന്റെ കുട്ടികൾ കേരളത്തിൽ നടത്തിയിരിക്കുന്നത്. യൂത്തിന്റെ തലപ്പത്ത് നിന്ന് മാറിയ പാലക്കാടിന്റെ സ്വന്തം ഷാഫി പറമ്പിലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുമുള്ള ആരോപണം നിലവിലുണ്ട്. ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ആരോപണമൊക്കെ ഉയരുന്നത്. എന്താ അല്ലേ, കേരളത്തിലെ ഒരു യുവജന സംഘടന നടത്തിയ അവരുടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ നടത്തിയ കള്ളക്കളിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത്, അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പലയിടത്തും ജയിക്കേണ്ട ആളുകൾ, നമ്മളെ നയിക്കേണ്ട, ഭരിക്കേണ്ട ആളുകൾ. ഇത് പുറത്തു വന്നത് തന്നെ യൂത്ത് കോൺഗ്രസിന് ഐക്യമില്ലാത്തതിൻ്റെ ഒരു തെളിവാണ്. ഒരു വിഭാഗം പ്രവർത്തകർ തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും KC വേണുഗോപാലിനും VD സതീശനും ഒക്കെ പരാതി നൽകി അങ്ങനെ ഈ സംഭവം പുറത്താവുകയായിരുന്നു. ഇതിനെക്കുറിച്ച് പത്രക്കാർ VD സതീശനോട് ചോദിച്ചപ്പോൾ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നായി ശക്തനായ പ്രതിപക്ഷ നേതാവ്. എന്തായാലും വിടാൻ ഉദ്ദേശമില്ലാത്ത മട്ടിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പുള്ളിക്കാരൻ ദേശീയ ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സത്യത്തിൽ ഇത്തരം തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുന്നത് ദേശദ്രോഹ കുറ്റം തന്നെയാണല്ലോ. ഇത്തരത്തിൽ വ്യാജരേഖ ചമയ്ക്കുന്നതിനായി വലിയ തുക തന്നെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതെങ്ങനെ? മത്സരിക്കുന്നവരൊക്കെ ക്രിമിനൽ കേസുകളിൽ അകത്ത് കിടക്കുന്നവരാണല്ലോ. MDMA കടത്തിയ കേസിലുമൊക്കെയായി സുധാകരന്റെ സെമി കേഡർ കുട്ടികൾ പലപ്പോഴും അകത്താണല്ലോ. അന്വേഷണത്തിനിടയിൽ 3 പേർ പോലീസിന്റെ കയ്യിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നായി 24 വ്യാജ കാർഡുകളും പൊക്കിയിട്ടുണ്ട്. അടൂരിൽ നിന്നാണ് ഈ പ്രവർത്തകർ നാളെയുടെ വാഗ്ദാനങ്ങൾ പോലീസിന്റെ കയ്യിൽ ചെന്ന് പെട്ടത്. അവരുടെ ഫോണിൽ നിന്നും ലാപ്ടോപ്പിൽ നിന്നുമാണ് ഇത്രയും വ്യാജ തിരിച്ചറിയൽ രേഖകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനായി ഇവർ ഉപയോഗിക്കുന്ന ആപ്പുകളെ കുറിച്ചും അന്വേഷണം നടത്തുമെന്നാണ് സംഘം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പിടിയിലായ യുവതുർക്കികളെല്ലാം തന്നെ ഇപ്പോഴത്തെ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തരായ പടയാളികളാണല്ലോ എന്നോർക്കുമ്പോഴാണ് നമുക്കൊക്കെ ഒരു സമാധാനം. അവരെ പിടികൂടിയതായിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ നിന്ന് തന്നെയായിരുന്നു എന്നതാണ് രസം. രാഹുൽ സംസ്ഥാന അധ്യക്ഷനായതിന്റെ ആഘോഷവും സ്വീകരണ പരിപാടികളും ഒക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് ഇവരെ തൈക്കാട് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഫെനി, ബിനിൽ, ബിനു എന്നീ യൂത്ത് പടയാളികളെ എന്തായാലും റിമാൻഡ് ചെയ്യാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവർക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് പിന്നെ ഉള്ളതല്ലേ. നടൻ അജിത്തിന്റെ ഫോട്ടോ വെച്ച് പോലും വ്യാജരേഖ ഉണ്ടാക്കിയ ഈ യൂത്ത് പടയാളികൾക്ക് തെളിവ് നശിപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. അതെന്നായാലും നന്നായി. എന്തായാലും അടുത്ത 2.5 വർഷത്തിന് ശേഷം കേരളം ഭരിക്കേണ്ട മുതലുകളാണ് ഇപ്പോൾ ഇത്തരം പരിപാടികളുമായി കറങ്ങി നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു അത്ഭുതമായി.
അടുത്ത തവണയെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച് MLA-യോ ഏറിയ മന്ത്രിയോ ഒക്കെ ആകേണ്ടിയിരുന്ന ഒരു ഗർജിക്കുന്ന സിംഹത്തിനാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. ഇവരെ വിശ്വസിച്ച് എങ്ങനെയാണ് ജയിപ്പിച്ചു വിടുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം പാർട്ടിയെ തന്നെ വഞ്ചിച്ചവർ എങ്ങനെ നാട്ടുകാരെ വഞ്ചിക്കാതിരിക്കും? പിടിയിലായത് തൻ്റെ കാറിൽ നിന്നാണെന്നും നോട്ടീസ് പോലും നൽകാതെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നും രാഹുൽ എന്തായാലും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് കസ്റ്റഡിയിൽ എടുക്കണമായിരുന്നോ എന്നാണ് ചോദിക്കാനുള്ളത്. എന്നിട്ട് വേണം പാർട്ടിക്കാരെ കബളിപ്പിച്ച് യുവന്മാർക്ക് അതിർത്തി കടക്കാൻ, അല്ലേ രാഹുൽ മങ്കൂട്ടത്തിൽ? എന്തായാലും തള്ളിപ്പറയും എന്നൊക്കെയാണ് പറയുന്നത്. ശരി, തള്ളിപ്പറയണം. ഇവരൊക്കെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുടുംബത്തിന്റെ ആധാരത്തിന്റെ വരെ വ്യാജനുണ്ടാക്കി ഇവരൊക്കെ പണി തരും, സൂക്ഷിച്ചു. ഇതിനിടയിൽ എറണാകുളത്ത് കൊള്ളാവുന്ന ഒരാളെ പിടിച്ച് എങ്ങനെങ്കിലും ഒരു അധ്യക്ഷനാക്കിയാൽ മതിയെന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് കതറിട്ട് ആരും ആ വഴിക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും മത്സരിച്ചു. അങ്ങനെ ഫലം വന്നപ്പോൾ ഒന്നാമതെത്തിയ ആൾ ക്രിമിനൽ കേസിൽ ജയിലിൽ സുഖവാസം. എന്നാൽ പിന്നെ രണ്ടാമതെത്തിയ ആളിനെ തിരഞ്ഞപ്പോൾ അയാളും സ്ഥലത്തില്ല, മൂന്നാമത്തെ ആളും സ്ഥലത്തില്ല. അവരൊന്നും സംഘടനയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കരിങ്കൊടി പൊക്കി കാണിച്ചല്ല അകത്ത് പോയത്. ചിലർ മയക്കുമരുന്ന് കേസിലും തട്ടിക്കൊണ്ടുപോകൽ കേസിലും പണം തട്ടിയെടുക്കൽ കേസിലും ഒക്കെയാണ് അകത്ത് സുഖവാസം അനുഭവിക്കുന്നത്. അതെങ്ങനെയാണ്? ആലുവയിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ മലയാളം അറിയാത്ത അച്ഛനമ്മമാരെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കോൺഗ്രസ് നേതാക്കളുടെ പിന്മുറക്കാരിൽ നിന്ന് ഇതൊക്കെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ? ഇവരെയും കൊണ്ടാണല്ലോ അടുത്ത തവണ കേരളം പിടിക്കാൻ കോൺഗ്രസ് ഇറങ്ങുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. പത്രത്തിൽ എറണാകുളം ജില്ലാ എഡിഷനിൽ ഒരു പരസ്യം യൂത്ത് കോൺഗ്രസ് നൽകിയതായി അറിഞ്ഞിട്ടുണ്ട്. മതിയായ യോഗ്യതയുള്ള യുവാക്കളെ തേടുന്നു. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ അധ്യക്ഷനായിരിക്കാൻ യോഗ്യതയുള്ള 18-നും 60-നും മധ്യേ പ്രായമുള്ള യുവാക്കളെ തേടുന്നു. വ്യാജരേഖ ചമയ്ക്കാനുള്ള പ്രാവീണ്യം അഭികാമ്യം എന്നാണത്രേ ആ പരസ്യം.